ഇതൊന്നല്ല, ഇതിലും വലിയ കാര്യങ്ങൾ നടക്കണ്ട്. ഇതൊക്കെ വെക്കണം എന്നുള്ളത് പിണറായി സാർ പറഞ്ഞത് ഞാൻ എന്റെ കൈകൊണ്ടത് വെക്കുന്നില്ല, എന്റെ കൈകൊണ്ടത് ഞാൻ വെക്കുന്നില്ല, അതിന് ശക്തമായ നിലപാടുകൾ വരട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിഞ്ഞുപോയത്. എന്നാൽ ഇന്ന് വന്ന സർക്കാർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. ആര്? BJP-യുടെ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. അത് PC ജോർജിന്റെ മകനാ, BJP-കാരായ BJP-യുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷോൺ ജോർജ്. അദ്ദേഹം പരാതി കൊടുത്തു. എന്താ കൊടുത്തത്? 2 അമുസ്ലിങ്ങളെ വെക്കാത്ത ഈ വഖഫ് ബോർഡ് പരിപൂർണമല്ല, അത് പിരിച്ചുവിട്ട് വേറെ വഖഫ് ബോർഡ് ഉണ്ടാക്കണം, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കണം എന്നാണ് കൊടുത്തത്. എന്നാൽ അതിനെതിരെ നമ്മൾ പറഞ്ഞെങ്കിലും അത് കൂട്ടാക്കാതെ വഖഫ് ബോർഡിന്റെ മേലെ ഒരു സെക്രട്ടറിയെ വെച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്, ഒരു ഉത്തരവാണ് ഹൈക്കോടതി വിധിച്ചത്. നമ്മളെ പരമാധികാരം ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ മേലെ മറ്റൊരു സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. വഖഫ് ബോർഡ് തന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് ശരിയല്ല, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യറി, അതായത് ഒരു പരമാധികാരമുള്ള ഒരു ബോർഡാണ്, അതിന്റെ മേലെ മറ്റൊരു വെക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ മുമ്പ് നേരത്തെ ഇവിടെ പിണറായി പറഞ്ഞതുപോലെ തന്നെ 2024 ഇത് വന്നപ്പം തന്നെ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ നിയമത്തിന് ഭേദഗതി ചെയ്യണം, 2 അമുസ്ലിങ്ങളെ വെക്കുന്നതടക്കമുള്ള വിഷയത്തിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് കേരള നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് പാസ്സാക്കിയത്. മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവരും ഒത്തൊക്കെ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 അമുസ്ലിങ്ങളെ വെക്കുന്നത് ശരിയല്ല. എന്നാൽ ഇപ്പൊ ഹൈക്കോടതിയിൽ ഇത് വന്നപ്പോൾ അവിടെ വാദിച്ചതെന്താ? കേരള സർക്കാരിന്റെ വക്കീലെന്താ വാദിച്ചത് ഷോൺ ജോർജിന്റെ ആ അന്യായം ശരിയാണ്, അതിനോട് കൂടെ ഞങ്ങൾ ഒത്തുചേരുന്നു എന്നാണ് പറഞ്ഞത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2 അമുസ്ലിങ്ങളെ വെക്കാത്ത വഖഫ് ബോർഡ് ശരിയല്ലെന്നും അത് പിരിച്ചുവിടുകയാണെങ്കിൽ 2 അമുസ്ലിങ്ങളെ വേണമെങ്കിൽ 2 RSS-കാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊള്ളാമെന്ന ഒരു വിഷയമാണ് അവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വകുപ്പാണ്, ആ വകുപ്പ് അടക്കമുള്ള അതിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.